നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ ഒരു തമാശയായിട്ട് കരുതിയാൽ മതി. ഇവരൊരു ടാക്സി എടുത്ത് വിട്ടെ. ശരി സാർ. എന്താ ഇത്? സാർ ചോദിച്ചില്ലേ കോളേജിൽ കുത്തു നടന്നിട്ടും യുവമാരൊക്കെ എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന്? സാക്ഷികളില്ലെങ്കിൽ പോലും എനിക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം. ഒരു കൂട്ടത്തല്ലിനിടയിൽ ഒരുവൻ കൊല്ലപ്പെട്ടാൽ ആരാണ് കുത്തിയതെന്ന് തെളിവുണ്ടാവില്ല. അതുകൊണ്ട് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കാൻ പ്രയാസമാണ്, പ്രത്യേകിച്ചും ശരിയായി സാക്ഷിയില്ലാത്ത സ്ഥിതിക്ക്. പ്ലാന്റ് മർഡറിന് ശിക്ഷ എന്താണെന്നറിയാമോ? തൂക്കിക്കൊല്ലുക. ഈ നാട്ടിലെ 90% കൂട്ടത്തല്ലുകളും കൊലകളും പ്ലാന്റ് ആണ്. അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു. എന്നിട്ട് വിമാനമൊക്കെ പിടിച്ച് അകത്തിട്ട് വല്ലതും ചെയ്യാന്ന് കരുതിയാ ഇപ്പൊ കണ്ടില്ലേ, മോളിൽ നിന്നൊരു ഫോൺ വരും വിട്ടേരെന്ന്. കാരണം എനിക്കറിയാം, രാഷ്ട്രീയക്കാരുടെ ചട്ടങ്ങളാണല്ലോ ഈ നാട്ടിലെ കോളേജ് വിദ്യാർത്ഥികൾ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാളെക്കുറിച്ച് ഭയമുള്ളവരാണ്. നാളത്തെ ഈ നാടിന്റെ സ്ഥിതിയെക്കുറിച്ചല്ല, നാളത്തെ അവരുടെ ഭരണ കസേരയെക്കുറിച്ച്. നാളത്തെ അവരുടെ ശക്തി കൂട്ടാൻ വേണ്ടിയാണ് വിദ്യാലയങ്ങൾക്കുള്ളിൽ യൂത്ത് വിങ്ങൾ എന്ന പേരിൽ രാഷ്ട്രീയത്തിന്റെ വിത്തുകൾ അവർ വിതയ്ക്കുന്നത്. യുവത്വത്തിനൊരു എടുത്തിയാട്ടമുണ്ടല്ലോ, അതിനെ ചൂഷണം ചെയ്യുകയാണ് ഈ പന്ന റാസ്കലുകൾ. കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുക, എന്നിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞ് ഈ കുട്ടി നേതാക്കന്മാർ ചെയ്തു കൂട്ടുന്നത് എന്തെന്നറിയാമോ? തമ്മിൽ തല്ലുക, വെട്ടുക, കുത്തുക, പബ്ലിക് പ്രോപ്പർട്ടീസ് നശിപ്പിക്കുക. ദേ ആർ നോട്ട് ക്രിയേറ്റിംഗ് ഓർ കൺസ്ട്രക്ടിംഗ്, ദേ ആർ ഡിസ്ട്രക്ടിംഗ്. ഇതിന്റെ ലാഭം തെരുവ് ഗുണ്ടകൾക്കും കോളേജ് ഗുണ്ടകൾക്കും നേതാക്കന്മാർക്കും പാർട്ടിക്കും. നഷ്ടം സാധാരണക്കാരായ പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന കുട്ടികൾക്ക്. നേതാക്കന്മാരും കോളേജ് ഗുണ്ടകളും മാസ് കോപ്പിംഗ് നടത്തിയും മാർക്ക് ലിസ്റ്റ് തിരുത്തിയും ക്ലാസോടെ ജയിക്കും. ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഭാവിയിലെ നേതാക്കന്മാരും ഒക്കെ ആയിത്തീരും. ഫോറിൻ കാറുകളിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോൾ പണ്ട് ഇവന്മാരോടൊപ്പം ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച ബസിന്റെ ചില്ലുകൾ ഇവന്മാരോടൊപ്പം ആവേശത്തോടെ എറിഞ്ഞു തകർത്ത ആത്മസുഹൃത്തുക്കളായിരുന്ന സാധാരണക്കാർ അവശത കൊണ്ട് കരുവാളിച്ച മുഖവുമായി തെരുവിൽ നിൽക്കുന്നത് ആരും കാണില്ല. ഇതിലൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം മിസ്റ്റർ? എന്ത് പോക്കത്രം കാണിച്ച് ആര് അറസ്റ്റ് ചെയ്താലും അവരെല്ലാം ഓരോ പാർട്ടി പ്രവർത്തകരായിരിക്കും. അത് തേച്ചു മാറ്റിയാലും ഓരോ പാർട്ടിക്കാർ വരും. മിനിസ്റ്റർമാരുടെ പ്രൈവറ്റ് സെക്രട്ടറികളും ഇവരുടെയൊക്കെ ചെരുപ്പ് നിൽക്കുന്ന പട്ടികൾ ഈ നാട്ടിൽ ചില പത്രക്കാര് അവരെല്ലാം പോലീസിന്റെ കഴിവില്ലായ്മ കൊണ്ട് അനാസ്ഥ കൊണ്ടാണ് കേസുകൾ കഴിഞ്ഞത്. പിന്നെ ഇവിടുത്തെ പോലീസുകാരൻ ഈ നാട്ടിൽ എന്ത് ചിറക്കാനാ? സോറി, ഞാനൊരല്പം ഇമോഷണലായിപ്പോയി. കാക്കിയിട്ട ഇമോഷൻസ് സെന്റിമെന്റ്സ് ഒന്നും പാടില്ലെന്നാ. പോലീസുകാരെന്നൊരു പേരേ ഉള്ളൂ. ശരിയായിട്ടുള്ള കള്ളന്മാര് ഞങ്ങളാ, ജീവിക്കാൻ വേണ്ടിയാ. സാർ, ഇതിലെടുപ്പട്ടെ. വരൂ സാർ. Give me back my pistol. I'm sorry. എന്റെ തോക്ക് എനിക്ക് തിരിച്ചു തരണം. എനിക്കതിനുള്ള അധികാരമില്ല.
അല്ല നോക്കിയും കണ്ടൊക്കെ നടന്നില്ലെങ്കിലേ നമ്മൾ അധികം താമസിക്കാതെ ഇതുപോലെ ഒരു ബാജിയുടെ കുത്തേണ്ടി വരുമേ. ഡോക്ടർ പറഞ്ഞത് 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാൽ മതിയെന്നാ. പക്ഷെ 3 ദിവസം കൂടി കഴിഞ്ഞാ ലക്ഷ്മിയുടെ പെണ്ണ് കാണാൻ ആള് വരും. അച്ഛന്റെ ഒരു കൂട്ടുകാരന്റെ ഇടപാടില്ല. സ്ത്രീധനം കൊടുക്കാൻ കാശില്ലാത്തോണ്ട് ഞാൻ വീട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വരാൻ പറ്റാത്തോണ്ട് മാഷ് അവിടെ ഉണ്ടാവണം. അനന്തൻ വിഷമിക്കണ്ട. അനന്തന്റെ സ്ഥാനത്ത് നിന്ന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. എന്താ പോരെ? മതി മാഷേ. ലക്ഷ്മിയെടുത്തി നേരം വൈകണ്ട, പൊക്കോളൂ. കാലത്തെ പാല് മേടിച്ചു കൊടുക്കാനുള്ളതല്ലേ. വരൂ, ഞാൻ കൊണ്ടുവിടാം. ആ പട്ടരുടെ പെങ്ങളും ചൂടൻ രാമേന്ദ്രനായിട്ട് എന്താണ് ഒരു ലൈൻ? രാമേന്ദ്ര, നിന്റെയോ എന്റെയോ അവസാനം കണ്ടിട്ടേ ഞാൻ അടങ്ങും. കക്ഷി വരുന്നുണ്ട്. ആഹാ, ഇയാളാണോ? അതൊന്ന് പൊതിയുന്നു. ഇതൊന്നും പൊതിയേണ്ട കാര്യമില്ലോടൂ. മിഠായി വാങ്ങുന്ന പോലെ ആൾക്കാർ വാങ്ങിച്ചോണ്ട് പോണേ. എന്നാലും ആൾക്കാർ കണ്ടില്ല മോശം. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വരുന്ന വഴിക്ക് ഞാൻ കണ്ടു. ലക്ഷ്മി ഇങ്ങനെ കരഞ്ഞതുകൊണ്ടോ വിഷമിച്ചതുകൊണ്ടോ അത് എഴുതി വെച്ചവര് മാച്ചു കളയാനൊന്നും പോകുന്നില്ല. സത്യം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ നാട്ടുകാരെ അതൊന്നും ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഏതൊരു പെൺകുട്ടിക്കും സഹിക്കാൻ കഴിയാത്ത ഒന്നാണ് ഉണ്ടായതെന്ന് അറിയാമെങ്കിലും പറയുകയാണ്. സാരമില്ലാന്ന് കരുതിയ വിഷമം കുറെയൊക്കെ മാറിക്കിട്ടും. കരയണ്ട. ഇങ്ങനെ കരഞ്ഞാൽ എന്നെ കുറെ വിഷമിപ്പിക്കാമെന്നല്ലാതെ എന്താ കാര്യം? വരട്ടെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചെന്നും പറഞ്ഞ് എനിക്കൊരു വിഷമവുമില്ല. രാമേന്ദ്രൻ എനിക്കറിഞ്ഞൂടെ? ദേ, വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ആരും കാണാണ്ട് ഇപ്പൊ തന്നെ പോയി ആ പെണ്ണിന്റെ പേര് എഴുതിയിരിക്കുന്നൊക്കെ മാച്ച് അവിടെയൊക്കെ എന്റെ പേര് എഴുതി വെക്കാം. എന്താ ഐഡിയ ഒക്കെ കൊള്ളാം. താനീ പറഞ്ഞത് എന്നെ രക്ഷിക്കാനല്ലെന്നും തന്റെ ഒരു അസൂയ കൊണ്ട് മാത്രമാണെന്നും എനിക്കറിയാം. അസൂയ കൊണ്ട് തന്നെയാ. രാമേന്ദ്രൻ അറിയോ, രാമേന്ദ്രന്റെ പേരിന്റെ കൂടെ വേറെ ഏതൊരു പെണ്ണിന്റെ പേര് എഴുതിയാലും എനിക്ക് സഹിക്കില്ല. പക്ഷേ എനിക്കിഷ്ടമാണെങ്കിലോ? അതുകൊണ്ട് തന്നെയാ വേറെ ആരെങ്കിലും ഇനി എന്തെങ്കിലുമൊക്കെ എഴുതുന്നതിന് മുമ്പ് നമ്മുടെ വെഡിങ് ലെറ്റർ അടിച്ചു കളയാന്ന് വെച്ചത്. സാറിന് ഏതാ വേണ്ടെന്ന് സെലക്ട് ചെയ്യും. തനിക്ക് ഏതാ ഇഷ്ടം? അത് ഞാൻ പിന്നെ പറയാം. ആദ്യം സാറിന് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് പറ. ഇതുപോലെ സിമ്പിളായിട്ട് തനിക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? അത് തന്നെ മതി. പ്രിന്റ് ചെയ്യുന്നത് ഗോൾഡൻ ലെറ്റേഴ്സിലായാലോ? ശരിയാ, കുറയ്ക്കണ്ട. നമ്മുടെ കല്യാണക്കുറി
സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെടട്ടെ, അല്ലേ? ആ, വരൂ. ലക്ഷ്മി, ദേ അവര് വന്നു. ഇരിക്കും. അല്ല, നമ്മളാരാ? കുട്ടിയുടെ സ്വന്തക്കാരനാണോ? സ്വന്തക്കാരനാണോ ചോദിച്ചാൽ അല്ല. പിന്നെ ലക്ഷ്മിയുടെ അനിയനില്ലാത്ത സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണ്ടേ? ആ. ഞാൻ TK കോളേജിലെ ഒരു ലെക്ചറാണ്, രാമേന്ദ്രൻ. അനന്തൻ എന്റെ സ്റ്റുഡന്റ് ആണ്. ഓഹോ, ഇപ്പൊ ആളെ മനസ്സിലായി. നാട്ടുകാർ പലതും പറഞ്ഞപ്പോ വെറുതെ അസൂയക്കാരെന്തൊക്കെയോ പറയുകയാണെന്ന് കരുതി. എന്തായാലും ഇവിടം വരെ വന്നത് നന്നായി. എല്ലാം നേരിട്ട് കാണാൻ സാധിച്ചല്ലോ. വാരാ. വല്ലവരും വല്ലതും ഒക്കെ പറയുന്ന കേട്ട് ഒരു പാവം പെണ്ണിനെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. നിങ്ങൾക്ക് ഇത്ര പ്രയാസമുണ്ടെങ്കിലേ തന്നെ തന്നെ കെട്ടിക്കൂടെ? ഇത്രയൊക്കെ നാറിയ സ്ഥിതിക്ക് വല്ലവനെ തലയിൽ കെട്ടിയൊക്കെ വന്നിരുത്തി നടക്കാൻ പ്ലീസ്. ലക്ഷ്മി, 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 കഥ തുറക്കാൻ, കഥ തുറക്കാൻ. ലക്ഷ്മി, ലക്ഷ്മി, കഥ തുറക്കാൻ. സാർ അങ്ങനെ അങ്ങ് പോയാലോ? ഞങ്ങൾ കുറെ നാളായിട്ട് കാണുന്നതാ. രാത്രിയും പകലും അല്ലാതെ ഇവിടെ കയറി ഇറങ്ങി ഒരു പെണ്ണിന്റെ ജീവിതം തൊലച്ചില്ലേ? ഇതിനൊരു സമാധാനം ഉണ്ടാക്കി ഇവിടുന്ന് പോയാൽ മതി. താനും ഈ പെണ്ണുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്ന് പറയണോ? നാക്കിറങ്ങി പോയോ? ബന്ധം എന്താണെന്ന് പറയാതെ അന്നെ ഇവിടുന്ന് വിടൂല. ഞാൻ താലി കെട്ടാൻ പോകുന്ന പെണ്ണാണിവള്. എനിക്ക് ഇഷ്ടമുള്ളപ്പം ഇവിടെ വരും, പോകും. എന്നെ തടയാൻ ഇവിടെ ഏത് പട്ടിക്കാരാ ധൈര്യം? എന്താ രാമേന്ദ്ര ഇത്? നീ ഈ പറയുന്നത് സത്യമാണോ? അതെ, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു.